ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ട് UP വിഭാഗം പോസ്റ്റർ പ്രദർശനം നടന്നു. അന്നേ ദിവസം JRC യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ക്ലാസ് എടുത്തു. JRC കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ രചനയും ക്ലാസുകളിൽ ബോധവൽക്കരണവും നടത്തി. സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ സ്റ്റിൽ മോഡലിന് വൈഗ S രാജേഷ് HS വിഭാഗത്തിൽ A ഗ്രേഡ് നേടി. സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ HS വിഭാഗം കാർഡ് സ്റ്റാബോർഡ് ഇനത്തിൽ ഉത്തരയും കയർമാറ്റിൽ നികേഷ് B ഉദയും A ഗ്രേഡ് നേടി. ഡിസംബർ 4 സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സാങ്കേതികവിദ്യയുടെ സഹായത്താൽ എല്ലാ ക്ലാസുകളും ഒറ്റമറ്റ രീതിയിൽ നടത്തുവാൻ സാധിച്ചു. കുട്ടികൾക്ക് വളരെ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു ഇത്. ഇലക്ഷന് ശേഷം സ്കൂൾ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും സ്കൂൾ അസംബ്ലിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ഡിസംബർ 7 ടീൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഡോക്ടർ NR റീന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. NSSൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 8 രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹിന്ദി ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളിൽ വിജയികളായ കുട്ടികൾക്ക് സ്കൂൾ അസംബ്ലിയിൽ സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഒരു ചുമർ എന്ന മത്സരത്തിൽ നമ്മുടെ സ്കൂൾ കൊല്ലം ജില്ലയിൽ 3ാം സ്ഥാനം നേടി. ഡിസംബർ 13 മുതൽ അർദ്ധവാർഷിക പരീക്ഷ ആരംഭിച്ചു. ഡിസംബർ 22 എല്ലാ ക്ലാസുകളിലും ക്രിസ്മസ് പരിപാടിയോടുകൂടി ആഘോഷം സംഘടിപ്പിച്ചു. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം PTA പൊതുയോഗം നടന്നു. K സേതുമാധവൻ പ്രസിഡന്റായും G ബിജു വൈസ് പ്രസിഡന്റായും 21 അംഗ PTA എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചു. 10 അംഗങ്ങളുള്ള MPTA-യിൽ ശ്രീമതി സജീന നജീം പ്രസിഡന്റായും ശ്രീമതി സജീന A വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഡിസംബർ 21 മുതൽ 31 വരെ NCC കൊല്ലം ജില്ലാ ക്യാമ്പ് നമ്മുടെ സ്കൂളിൽ നടന്നു. ക്യാമ്പിൽ 500ഓളം കേഡറ്റുകൾ പങ്കെടുത്തു.